ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാത്രി നമ്മളങ്ങടെ കെട്ടിയൊരുങ്ങി പോകുന്നത്. രാത്രിയല്ല നമ്മൾ പോണത്, പുലർച്ചെ 6 മണിയാണ് ഇപ്പോൾ ടൈം. സത്യത്തിൽ ഈ പോക്കിൻ്റെ പിന്നിലുള്ള പ്ലാനിങ്ങൊക്കെ അതിഗംഭീരമായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു വന്നപ്പോൾ നമ്മൾ ആകെപ്പാടെ അങ്ങോട്ട് എന്തായാലും നമുക്ക് പോയ കഥ പറയാം. അങ്ങനെ ഞാനും അയാനും ദീദിയും പാടെ ബൈക്കുമ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചെപ്പാറയിൽ എത്തിയിരിക്കണം. ഇന്നലെ രാത്രി തന്നെ നമ്മൾ എപ്പോഴാണ് ഇന്ന് സണ്ണ് ഉദിക്കുക, അതുപോലെ തന്നെ നമ്മളിവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് 6:27 സൂര്യനുണ്ട് പൊന്തുന്നാണ് ഗൂഗിളമ്മായി നമുക്ക് പറഞ്ഞു തന്നെ. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 5 മണിക്ക് തന്നെ അലാറമൊക്കെ വെച്ച് ഇന്ന് രാവിലെ 5 മണിക്കൊരു നീച്ച് നമ്മൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി. കറക്റ്റ് 6:27 സണ്ണ് ഉദിക്കുമല്ലോ. നമ്മളിവിടെ എത്തിയത് 6:27. അങ്ങനെ നമ്മൾ ഓടി പടച്ച് കയറി വന്നിട്ടും സണ്ണിനെ കാണാനില്ല. വീട്ടിൽ നിന്നൊന്നും തിന്നു കുടിക്കാത്തതുകൊണ്ട് നമ്മൾ കാപ്പിയും ബിസ്ക്കറ്റും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുടിക്കലും തിന്നല് കഴിഞ്ഞിട്ടൊക്കെ 6:30 കഴിഞ്ഞിരിക്കണ്. എന്നിട്ടും സണ്ണിനെ കാണാനില്ല. അപ്പം നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടോ സമയം എത്ര നേരം പോയിച്ചിട്ടാ ഇരി പറഞ്ഞു ഇന്ന് ഇവിടെ ഇല്ല, കുറച്ച് അപ്പുറത്ത് പോയിരുന്നു നോക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയിരുന്നു നോക്കിയപ്പോൾ അവിടെ സണ്ണ് ഉദിക്കണ കാണാനില്ല. അങ്ങനെ നമ്മൾ എന്തായാലും കുറച്ചു നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആളത് ഉദിച്ചു വല്ല കുട്ടപ്പനായിട്ട് അവിടെ നിൽക്കണേ. സംഭവം നമ്മൾ ആളെ വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം അവിടെ കാത്തിരുന്ന്. ദീദി മുന്നേ 1-2 വട്ടം ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ദീദി ആ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ 2-3 ആഴ്ച മുന്നേ പറയാൻ തുടങ്ങിയതാണ്. ദീദി അടുത്ത ഞായറാഴ്ച പോവാ, ദീദി അടുത്ത ശനിയാഴ്ച പോവാ, ദീദി ഈ ശനിയാഴ്ച പോവാ, ഈ ഞായറാഴ്ച പോവാ പറഞ്ഞു നിൽക്കാൻ. എന്നിട്ട് നമ്മൾ ആൾക്കും വേണ്ടി രാവിലെ തന്നെ നീച്ച ഉറക്കമൊക്കെ കളഞ്ഞ് വന്നിട്ട് ആളെ നമ്മളോട് പറയാതെ പൊന്തിക്കുക. എന്തായാലും നമ്മുടെ ഇത്രയും സമയം പോയി, നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും നടക്കുകയും ചെയ്തില്ല. അങ്ങനെ അയാനൂനൊക്കെ പ്രാന്ത് വരാൻ തുടങ്ങിയിരിക്കണം ലാസ്റ്റ്. അങ്ങനെ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പൂമല ഡാം ഇവിടെ നിന്ന് എടുത്താൽ 4 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടും കൂടെ പോയിട്ട് വരാൻ വിചാരിച്ചു. അങ്ങോട്ട് പോണ വഴിയിൽ ഒരു ചെറിയ പാർക്ക് ഉണ്ട്. അവിടെ സംഭവം പണി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ ഒരു കുളമൊക്കെ പുഴ എന്തായിട്ട് കണ്ട് അതിൽ കുറേ ആമ്പലും താമരൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഡാമിക്ക് വിട്ടു. ഡാമിക്ക് പോണ വഴിയാണിത്. സംഭവം കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല. ഡാമാണെങ്കിൽ കാണാനോ ഉണങ്ങി കടിച്ചുകൊണ്ടില്ല ഡാം. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങാണ്ടായിരുന്നു. അത് ഇറങ്ങി പോയേക്കുമ്പോൾ അവിടെയും കുറേ ഉണങ്ങി കടിച്ചിട്ട് കുറേ പുല്ലും കുറേ പാറൊക്കെ തന്നെ. അങ്ങനെ അതും നമ്മൾ വലിയ ഇതായിട്ടാണ്ട് നടന്നില്ല. എന്തായാലും സ്റ്റെപ്പൊക്കെ കയറി ഞാൻ ക്ഷീണിച്ച്. എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര ശോകമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കുടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വന്ന വഴിനെ തിരിച്ചു പോവാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വന്ന വഴി തന്നെയാണ് കേട്ടത്. വിചാരിച്ചു ഏതെങ്കിലും കാണുന്ന ഹോട്ടലിൽ കയറിയിട്ട് എന്തായാലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.